നമസ്കാരം. ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനുജിത്ത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് 298 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 246 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഈ തവണ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന KSU തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണയ്ക്ക് വിജയാശംസകൾ നേർന്ന് K മുരളീധരൻ. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായി പൊതുപ്രവർത്തനം ആരംഭിച്ച വൈഷ്ണ തിരുവനന്തപുരത്തെ സമരങ്ങളിലെ തീ പാറുന്ന നേതൃത്വമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി. എന്ത് വിഷയം ഉന്നയിക്കുമ്പോഴും മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്ന സാമാന്യബോധം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും പരാമർശം അങ്ങേയറ്റം ഹീനവും സാംസ്കാരിക കേരളത്തിന് അപമാനകരവുമാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക്. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് ഹർജി നൽകും. ഇതുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിയെ തള്ളിയിട്ടത്. വീഴ്ചയിൽ തിരുവനന്തപുരം സ്വദേശിയായ 19-കാരിക്ക് ഗുരുതര പരിക്കേറ്റു. തലയ്ക്കും കൈകാലുകൾക്കുമാണ് പരിക്ക്. പ്രതിയെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പനിച്ചുമൂട് സ്വദേശി സുരേഷ് കുമാറാണ് അറസ്റ്റിലായത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാനിറങ്ങി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിൽ ബഹുരസായിലെ ഒരു കുളത്തിലാണ് രാഹുൽ അപ്രതീക്ഷിതമായി മീൻപിടുത്തത്തിന് ഇറങ്ങിയത്. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കും. 59 കോടി 23 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ആൻഡമാൻ കടൽ, മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ എവിടെയും ഫ്ളാറ്റുകൾ, വീടുകൾ, ഗോഡൌണുകൾ, കടമുറികൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വാടകയ്ക്കുമായി സമീപിക്കുക. വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.